മറ്റൊരു വാർത്തയിലേക്ക്. പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയ്ക്ക് ആശ്വാസം. സഭയുടെ കൈവശമുള്ള 6 പള്ളികൾ ജില്ലാ ഭരണകൂടങ്ങളോട് ഏറ്റെടുക്കാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. കേസ് വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് തിരിച്ചുവിട്ടത് ഓർത്തഡോക്സ് സഭയ്ക്ക് തിരിച്ചടിയായി മാറി. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ 6 പള്ളികൾ എറണാകുളം പാലക്കാട് ജില്ലയിലെ യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികൾ ജില്ലാ ഭരണകൂടത്തോട് ഏറ്റെടുക്കാനായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത്. ആ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു. ഒരു കോടതി അലക്ഷ്യ ഹർജിയിൽ ഇത്തരത്തിൽ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കാൻ സിംഗിൾ ബെഞ്ചിന് ഉത്തരവിടാൻ കഴിയില്ല, അത് നിയമപരമല്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ഈ കോടതി അലക്ഷ്യ ഹർജികളെല്ലാം തന്നെ തിരിച്ച് വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് കൈമാറിയിരിക്കുന്നു. ഈ ഉത്തരവ് സ്വാഭാവികമായും ആശ്വാസകരമായി മാറുന്നത് യാക്കോബായ സഭയ്ക്കാണ്. കാരണം ഈ 6 പള്ളികളും നിലവിൽ യാക്കോബായ സഭയുടെ കൈവശമാണുള്ളത്. 1934 സഭാ ഭരണഘടനാ പ്രകാരം ഈ പള്ളികളെല്ലാം ഭരിക്കപ്പെടണമെന്നതാണ് സുപ്രീം കോടതിയുടെ അന്തിമമായ ഉത്തരവ്. ആ ഉത്തരവിൻ്റെ ഭാഗമായി യാക്കോബായ സഭയുടെ കൈവശമുണ്ടായിരുന്ന ഏതാണ്ട് 54-ലധികം പള്ളികളാണ് പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയിരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലുള്ള പള്ളികളാണ് ഈ 6 പള്ളികൾ. ഈ 6 പള്ളികൾ ഏറ്റെടുക്കുക എന്നത് ഒരു തെറ്റായ നടപടിയാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയതോടുകൂടി യാക്കോബായ സഭയ്ക്ക് ഈ പള്ളികൾ തുടർന്ന് കൈവശം വയ്ക്കാനും ഇതിൻ്റെ അന്തിമ തീർപ്പിന് വിധേയമായി ആ പള്ളികൾ കൈകാര്യം ചെയ്യാനും കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുപ്രീം കോടതിയുടെ ആ ഉത്തരവ് തന്നെയാണ്. ആ ഉത്തരവാണ് അവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്നത്. അതിലെന്തായാലും ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല. പക്ഷേ ഈ ആരാധനാലയങ്ങൾ ജില്ലാ ഭരണകൂടം ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തി വയ്ക്കുക, അല്ലെങ്കിൽ ആ ബലപ്രയോഗത്തിലൂടെ മറുവിഭാഗത്തിന് കൈമാറുക, അത് എന്തായാലും തെറ്റായ ഒരു നടപടിയായി ഡിവിഷൻ ബെഞ്ച് കണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതി വിധിയെ ഇപ്പോൾ യാക്കോബായ സഭ സ്വാഗതം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി യാക്കോബായ സഭയുടെ അധ്യക്ഷൻ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോഴുള്ള നിയമയുദ്ധങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യം മറുവിഭാഗത്തിന്, അതായത് ഓർത്തഡോക്സ് വിഭാഗത്തിന് തീരുമാനിക്കാം. ഞങ്ങൾക്ക്, അതായത് യാക്കോബായ വിഭാഗത്തിന് എക്കാലവും നിയമയുദ്ധങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമില്ല. എന്തായാലും സഭയിൽ ശാന്തി പുലരണം എന്നതാണ് യാക്കോബായ സഭ ആഗ്രഹിക്കുന്നതെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഇതിൽ ഓർത്തഡോക്സ് സഭയുടെ മറുപടി എന്താകും എന്നത് തന്നെയായിരിക്കും ഇനി സഭാ തർക്കത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.